വാക്യം പറയുന്നുണ്ട്. ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രി നാട്ടുകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റി നിന്നു. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവ് എന്ന ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ ശീലവും ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദം, മനുഷ്യർക്ക് സമാധാനം എന്ന് പാടി അവർ ആർത്തതിനെ ചൊല്ലിയുമാണ് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ദൂതനിൽ നേരിട്ട് കേൾക്കുവാനായിട്ടുള്ള ഭാഗ്യം ഈ പാവപ്പെട്ട ആളുകളെ നയിച്ചിരുന്ന ഇടയന്മാർക്ക് ലഭിച്ചു എന്നുള്ള ശ്രദ്ധേയമായ കാര്യമാണ്. അപ്പോൾ സർവ്വത്തിന്റെയും സൃഷ്ടാവായ സർവശക്തനായ ദൈവം ഒരു പശുക്കുട്ടിയിൽ എല്ലാവരും നമുക്കറിയാം, ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളൊക്കെയും കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിട്ടുള്ള സ്ത്രീകൾക്ക് ആർക്കും ഇത്രയും ഒരു താണം നിലയിലേക്ക് ഇറങ്ങി വരേണ്ടതായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം ശിശുവിനെ കിടത്താനായിട്ട് പുതുതായി ഉണ്ടായ ആ കുഞ്ഞിനെ കിടത്താനായിട്ട് മറ്റൊരിടവും കിട്ടാതെ പശുത്തൊട്ടി ചാണകവും മൂത്രവും ഒഴുകുന്നായ പശുത്തൊട്ടിയിൽ കിടക്കേണ്ടി വരുന്നായ ആ അനുഭവം, അത്രയും ഗതികെട്ട ഒരു അനുഭവം വേറെ ആർക്കും ഉണ്ടായതായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമാണ് സമ്പന്നനായ ദൈവം. നമ്മുടെ കർത്താവ് യേശു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന ദൈവകൃപ നിങ്ങൾ അറിയുന്നുണ്ട്. അതായത് ഈ രീതിയിൽ പിതാവ് ഹീനമായ നിലയിൽ ജനിക്കുവാനായിട്ട് ഇടയായി തീർന്നത് നമ്മെ സമ്പന്നരാക്കുവാൻ വേണ്ടിയാണ്, നമുക്ക് രക്ഷ നൽകുന്നതിന് വേണ്ടിയാണ് യേശു ഒരു മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ അവതരിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അതുകൊണ്ട് അത് കണ്ട ദൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ആഘോഷിക്കാതിരിക്കുവാനായിട്ട്, സന്തോഷിക്കാതിരിക്കുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. നമ്മുടെ എല്ലായ്പ്പോഴും സമൂഹത്തിൽ നമുക്കറിയാം, വേറെ ഏതെങ്കിലും രാഷ്ട്രീയ മത നേതാവോ വലുതായിരുന്നെങ്കിൽ സമൂഹത്തിലെ ഉന്നതന്മാർക്ക് ഏതെങ്കിലുമൊക്കെ ഈ നിലയിൽ വെളിപ്പാടും സന്ദേശമൊക്കെ കൊടുക്കുവാനായിട്ട് ശ്രമിക്കുവാനായിരുന്നു. എന്നാൽ കർത്താവിന്റെ ജനനത്തെ കുറിച്ച് ജീവിക്കുമ്പോൾ ഏറ്റവും താണവരിലേക്ക് ഇറങ്ങിച്ചെന്ന കർത്താവിനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവ് എല്ലായ്പ്പോഴും അപ്രകാരമാണ്. ലോകപ്രകാരം കർത്താവ് തെരഞ്ഞെടുത്ത ശിഷ്യന്മാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പറയുമ്പോൾ പറയുന്ന കാര്യങ്ങൾ 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 26 മുതൽ വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ, സഹോദരന്മാരെ നിങ്ങൾ വിളിയെ നോക്കി, ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ വേറെയില്ല, ബലവാന്മാർ വേറെയില്ല, കുലീനന്മാർ വേറെയില്ല. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാനായിട്ട് ദൈവം ബലഹീനമായ തെരഞ്ഞെടുത്തു, ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാനായിട്ട് ദൈവം ദോഷത്വമായത് തെരഞ്ഞെടുത്തു. അങ്ങനെയുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പിതാവിനെ തന്റെ ശിഷ്യന്മാരായ തെരഞ്ഞെടുത്തു. അന്നത്തെ ജ്ഞാനികളായ ഗുരുക്കന്മാരെയോ ശാസ്ത്രിമാരെയോ ഒക്കെ തന്റെ ശുശ്രൂഷയ്ക്കായിട്ട് ശിഷ്യന്മാരായിട്ട് തെരഞ്ഞെടുക്കാമായിരുന്നു. എന്നാൽ കർത്താവ് തെരഞ്ഞെടുത്തത് വെറും മുഖവരായ, വിദ്യാഭ്യാസമില്ലാത്ത അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെയാണ് തെരഞ്ഞെടുത്ത് ലോകത്തെ കീഴ്മേൽ മറിക്കുന്നതായ ഈ സുവിശേഷ സന്ദേശം അവരിലൂടെയാണ് ദൈവം പകർന്നു നൽകാനായിട്ട് ഇടയായിരിക്കുന്നത്. ഗർഭിണിയായിരുന്ന അവസ്ഥയിൽ മറിയ പാടിയ പാട്ടും വളരെ ശ്രദ്ധേയമായ പാട്ടാണ്. 1-ാം അധ്യായത്തിലെ 46 മുതലുള്ള വാക്കുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 51 മുതൽ 53 വരെയുള്ള വാക്കുകൾ പ്രകാരമാണ്: തന്റെ ഭുജം കൊണ്ട് ബലം പ്രവർത്തിച്ച് ഹൃദയവിചാരത്തിൽ അഹങ്കരിച്ചിരിക്കുന്നവരെ ചിതറിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രഭുക്കന്മാരെ സിംഹാസനത്തിൽ നിന്നും ഇറക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. താണവരെ ഉയർത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവം നമ്മുടെ ഏത് നിലയോട് വേണമെങ്കിലും അവരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ദൈവമാകുന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കുന്ന കാര്യമാണ്. ഈ ദൂതന്മാരുടെ ദൂത് ശ്രദ്ധിച്ചാൽ വളരെ ശ്രദ്ധേയമായ ഒരു ദൂതാണ് ദൂതന്മാർ അവർ നൽകുവാനായിട്ട് ഇടയായിരുന്നത്. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള
ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്: ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. പിതാവായ ക്രിസ്തുവിന്റെ രക്ഷാതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഈ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവർക്കോ, സീസായിക്കാർക്കോ, മർത്തോമക്കാർക്കോ, പെന്തക്കോസ്തുകാർക്കോ, കത്തോലിക്കർക്കോ മാത്രം വേണ്ടിയുള്ള ഒരു സന്ദേശമല്ല. സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ആ മഹാസന്തോഷമാണ് യേശുക്രിസ്തുവിന്റെ ജനനത്തിലൂടെ ഈ ലോകത്തിലേക്ക് വരുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഇതൊരു ഗുഡ് ന്യൂസ് ആണ്. നമുക്കറിയാം, എല്ലാ വാർത്തകളും, നമ്മൾ ഇന്ന് കേൾക്കുന്ന വാർത്തകളൊക്കെയും നാളെ പഴകിയ ന്യൂസ് ആയിരിക്കുമ്പോൾ, ഇന്ദിരാഗാന്ധി മരിച്ച വിവരം ചില വർഷങ്ങൾക്ക് മുമ്പ് വളരെ പ്രാധാന്യത്തോടെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതായ കാര്യമാണ്. എന്നാൽ ഇന്നതൊരു ചരിത്ര സത്യമായിട്ട് മാറിയിരിക്കുകയാണ്. യേശുദാവിന്റെ ജനനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇറ്റ് ഈസ് എ ഗുഡ് ന്യൂസ്. അതൊരു സുവാർത്തയാണ്. ഇന്നും ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയായിട്ട് തന്നെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. ഇന്ന് പിതാവിന്റെ നാം ചുറ്റുപാടിൽ കേൾക്കുന്ന വാർത്തകളൊന്നും ഗുഡ് ന്യൂസ് അല്ല. സ്ത്രീ പീഡനത്തിന്റെയും സ്ത്രീജന പീഡനത്തിന്റെയും ഭീകരപ്രവർത്തനത്തിന്റെയും അതുപോലെ തന്നെ കൊള്ളയുടെയും കൊലയുടെയും ഒക്കെ വാർത്തകളാണ് നാം മാധ്യമങ്ങളിലൂടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം എന്ന് പറയുന്നത് ഒരു സുവാർത്തയാണ്. 2000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ന്യൂസിന് ഒരു ന്യൂസ് വാലിഡിറ്റി ഇപ്പോഴും ഉണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. ഇന്നും അനേക ജീവിതങ്ങളെ യേശുദാവിന്റെ ഈ സുവിശേഷ സന്ദേശം രൂപാന്തരപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തു നമ്മുടെ രക്ഷയോടനുബന്ധിച്ച് നമുക്ക് വീഴുന്ന ഒക്കെയും തന്റെ ജനനത്തിലൂടെ നിവർത്തിച്ചെടുക്കുവാനായിട്ട് ഇടയായിരുന്നു. ഇന്നും ജീവിതങ്ങളെ അത് രൂപാന്തരപ്പെടുത്തുന്നു എന്നുള്ളത് എത്രയോ ശ്രദ്ധേയമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഈ സുവിശേഷം മറ്റുള്ളവരോട് പ്രസംഗിക്കുക എന്നുള്ള വലിയ ദൗത്യം, ഈ സുവിശേഷം മറ്റുള്ളവരോട് അറിയിക്കുക എന്നുള്ള വലിയ ദൗത്യം നമ്മെ വരവേൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ്. ഈ ദൂതന്മാരോട് ഈ ദർശനമുണ്ടായ ആട്ടിടയന്മാര്, വിദ്യാഭ്യാസമില്ലാഞ്ഞ ഏതുമില്ലാഞ്ഞായ ആ ആട്ടിടയന്മാർ ആ വാർത്ത കേട്ട് സന്തോഷിച്ച് അവിടെ ഇരിക്കുകയാണ് ചെയ്തത്. ഇവിടെ പറഞ്ഞിരിക്കുന്നു 15 വാർത്ത ശ്രദ്ധിച്ചാൽ, ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ അവർ ഈ വാർത്ത കേട്ട് ഇതൊരു സ്വപ്നമായിട്ട് അല്ലെ വിധിയായിരുന്നു എന്ന് ചിന്തിച്ചിരിക്കാതെ ഇടയന്മാർ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ ബുദ്ധിയോടെ പ്രവർത്തിക്കുവാനായിട്ടിടയായിരുന്നു. നാം വേദവിഹമോടും ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് അന്ന് വാഹന സൗകര്യം ഒന്നുമില്ലായിരുന്നു. ഇന്നുള്ള നമ്മുടേതായ ഒരു ഫെസിലിറ്റി ഇല്ലാണ്ട് പോലും അവർ വളരെ ബന്ധപ്പെട്ടു. കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണം എന്ന് പറഞ്ഞ് അവർ ബന്ധപ്പെട്ട് ചെന്ന് മറിയയും ജോസഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ട ശേഷം അവർക്ക് അവരോടൊക്കെ ന്യൂസ് പറയാനായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ ദൂതന്മാരുടെ ഈ ദർശനം ലഭിക്കുവാനായിട്ട് ഇടയായിരുന്നു. ഈ ദർശനമാണ് ഞങ്ങളെ ഇവിടേക്ക് നയിക്കുവാനായിട്ട് ഇടയായി തീരുന്നത് എന്ന് അവർ വളരെ സന്തോഷത്തോടുകൂടി പറയുവാനായിട്ട് ഇടയായിരുന്നു. അന്ന് ആ ആട്ടിൻകൂട്ടത്തിൽ മറിയയും ജോസഫിനെയും ശിശുവിനെയും ഒക്കെ കാണുവാനായിട്ട് എത്തിച്ചേർന്ന എല്ലാവർക്കും അത് ആശ്ചര്യത്തിൻ്റെതായ ഒരു വാർത്തയായിരുന്നു എന്നുള്ളതും ദൈവത്തിന് രേഖപ്പെടുത്തിയിരിക്കുന്നു. മറിയ ഈ വാർത്തയ്ക്ക് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു. തങ്ങളോട് അറിയിച്ചതുപോലെ ഇടയന്മാർ കണ്ടതും കേട്ടതുമായ എല്ലാത്തിനെ കുറിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്തിയും പുകഴ്ത്തിയും കൊണ്ട് അവർ മടങ്ങി പോകാനായിട്ടായിരുന്നു. അവർക്ക് ദൈവം ഒരു സന്ദേശം കൊടുത്തു: യേശുദാവിന്റെ രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ആ വാർത്ത കേട്ടപ്പോൾ അവർ അടങ്ങിയിരിക്കാതെ ഈ ശിശുവിനെ, ഈ അത്ഭുത ശിശുവിനെ ഞങ്ങൾക്ക് കാണണമെന്നുള്ള ആ വലിയ വാഞ്ചയോടെ ബന്ധപ്പെട്ട് ഞാൻ രാത്രി തന്നെ അവിടുന്ന് യാത്ര ചെയ്ത് യേശുവിനെ കണ്ടുമുട്ടുവാനായിട്ട് ഇടയായിരുന്നു. ആ കണ്ടുമുട്ടിയ യേശുവിന്റെ കണ്ടുമുട്ടുന്ന ആ കാഴ്ച അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി. അവർ മടങ്ങിപ്പോരുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷിച്ച് ദൈവത്തെ പുകഴ്ത്തിയും മഹത്വപ്പെടുത്തിയും കൊണ്ട് മടങ്ങിപ്പോകാനായിട്ട് ഇടയായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന നമുക്ക് എത്രയോ വർഷമായിട്ട്
യേശുവിന്റെ ജന്മത്തിന്റെ സ്വാർത്ഥ കേട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. 20, 30, 40, 50, 60 വർഷങ്ങളായിട്ട് നാം ഈ സുവാർത്ത ഓരോ ക്രിസ്മസ് കാലയളവിലും കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ ഈ സുവാർത്ത നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതായ ചോദ്യമാണ്. ഈ ക്രിസ്തുവിനെ നേരിട്ട്, ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് തിയറിറ്റിക്കലായുള്ള അല്ലെങ്കിൽ ബുദ്ധിപരമായ ഒരു അറിവ് മാത്രമാണോ, അതോ ഈ കർത്താവിനെ നേരിട്ട് കാണുവാനായിട്ട്, കർത്താവിനെ അനുഭവിച്ചറിയുവാനായിട്ട്, കർത്താവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയും കൃഷ്ണാനുഭവങ്ങളുടെ കൂട്ടായ്മയും ഞാൻ അറിയുമെന്ന് ഒരു പുസ്തകം പറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഈ ക്രിസ്തുവിനെ നേരിട്ട് അനുഭവിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? നമുക്ക് ലഭിച്ചതായ ഈ സ്വാർത്ഥ മറ്റുള്ളവരോട് പങ്കിടുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നൊക്കെയും ഉള്ളത് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതായ ചോദ്യമാണ്. അതുകൊണ്ട് ഈ ഗാന ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതായ ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഈ ക്രിസ്തുവിനെ വ്യക്തമായിട്ടും വ്യക്തിപരമായിട്ടും നമ്മുടെ ജീവിതത്തിൽ കേൾപ്പുറവായിട്ട് മാത്രമല്ല ഈ ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടയായിത്തീരണം. ഈ ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവാർത്ത മറ്റുള്ളവരോട് പങ്കിടുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്രകാരം നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും 2024 ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിന്റെ രൂപാന്തരത്തിന് മുഖാന്തരമായിട്ട് നാം അനുഗ്രഹിക്കപ്പെടും, നമ്മളിലൂടെ മറ്റുള്ളവരും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള എൻ്റെ ആശംസയുടെ അപ്രകാരം ഒരു പുതുക്കത്തോടെ ജീവിക്കാനായിട്ട് ഈ കാരൽ സർവീസിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവം സഹായിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെതായ എല്ലാ മക്കളും പുതുവത്സരത്തിൻ്റെതായ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകളും ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകട്ടെ.